ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് അഥവാ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും പല കൺഫ്യൂഷനുകൾ വരുന്ന ചാപ്റ്ററാണ്. കൂടാതെ തന്നെ ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പല ആളുകളും എന്നോട് പറയുകയുണ്ടായി, സാർ ഇതൊരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനുകളൊക്കെ വരുന്നു സർ, ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു സർ എന്നൊക്കെ പറയുകയുണ്ടായി. മക്കളെ, ഇതങ്ങനെ മാറുകയൊന്നുമില്ല. ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ചാപ്റ്റർ എന്നുള്ളത്. അത് എങ്ങനെയെന്നുള്ളത് ഇന്നത്തെ ഈ ഒരു കോണ്ടന്റ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം എന്താ, ഇത് ആക്ച്വലി ഈസിയാ. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭംഗിയേറിയ ഒരു ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ ആക്ച്വലി ഇതിനെ കൺസിഡർ ചെയ്യുന്നത് പോലും. പക്ഷേ നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി കുറച്ച് ലെങ്തി ആയിരിക്കും. ഒരു 1 hourന്റെ ഉള്ളിൽ വരുന്ന ഒരു ലെങ്തി വീഡിയോ ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് കഴിയുന്നതോടുകൂടെ, ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് ഉണ്ടാവുക, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസങ്ങളിലായിട്ടുണ്ടായിരിക്കും. അത് കഴിയുന്നതോടുകൂടെ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കഴിയുന്നതോടുകൂടെ കിട്ടണം. അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ തന്നെ എനിക്ക് ഇതിനിടയിൽ തന്നെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, മക്കളെ, നമ്മുടെ നിഞ്ച ബാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ നിഞ്ച ബാച്ചിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾ പല ആളുകൾക്ക് ജോയിൻ ചെയ്യാത്ത കൊണ്ടായിരിക്കാം പല ചാപ്റ്റേഴ്സുകളും നിങ്ങൾക്ക് കൺഫ്യൂഷനുകളൊക്കെ വരുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ആവുന്ന സമയത്ത് പലതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഡൗട്ടുകളൊക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ആ ഡൗട്ടുകളൊക്കെ തീർക്കണമെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുന്ന മക്കളായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേഗം തന്നെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം അറിയാലോ, ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെ എന്താണ് കിട്ടുക. സൈലത്തിന്റെ ക്ലാസ്, നിങ്ങളിപ്പോൾ ഈ ഒരു ക്ലാസ് പോലും, എൻ്റെ ഈ ഒരു ലൈവ് അല്ല, നമ്മുടെ ഒരു കോണ്ടന്റ് വീഡിയോ പോലും നിങ്ങളിവിടെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലത്തിന്റെ വാല്യൂ തന്നെയാണ്. സൈലത്തിലേക്ക് നിങ്ങൾ വന്നാൽ, അപ്പം നിങ്ങൾ സൈലത്തിന്റെ മക്കളായിട്ട് മാറിയാൽ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ്. അതിനുള്ള ഫീസ് എന്ന് പറയുന്നത് ആക്ച്വലി ചെറിയ ഫീ മാത്രമേ ഉള്ളൂ. 2999 എന്ന് പറയുന്ന ഒരു ദിവസത്തേക്ക് 10 രൂപ പോലും വരാത്ത രീതിയിൽ, 365 ദിവസമാണല്ലോ ഉള്ളത്, ഒരു ദിവസത്തേക്ക് 10 രൂപ പോലും വരാത്ത രീതിയിൽ ഒരു ചെറിയ ഫീസ്, ഒരു വർഷത്തേക്കാണ് 2999 എന്നുള്ള ഈ ഒരു ഫീസ്. ഈ ഒരു ഫീസിന് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഇനിയും ജോയിൻ ചെയ്യാൻ വൈകരുത്. അതാണ് എനിക്ക് ആദ്യത്തെ റിക്വസ്റ്റ് ഉള്ളത്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ വൈകുന്തോറും നിങ്ങളുടെ ക്ലാസ്സുകൾ അവിടെ മിസ്സായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം, ഈ നമ്പറിലേക്ക് വിളിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തന്നെ ഈ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും അതുപോലെ തന്നെ മലയാളം മീഡിയത്തിന്റെ പുസ്തകത്തിലുള്ള ആക്ച്വലി മാപ്പ് തന്നെയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. നമ്മൾ എന്തിനാണ് ഈ മാപ്പ് വെച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ചാപ്റ്റർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജിയോഗ്രഫി മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ജിയോഗ്രഫി എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാറേ ജിയോഗ്രഫി അല്ലേ, ബുദ്ധിമുട്ടല്ലേ സർ, നിങ്ങൾക്ക് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ, ഇന്ത്യയിലൂടെ ടൂറ് പോകാൻ ഇഷ്ടമാണോ? അത് മാത്രം എൻ്റെ മക്കൾ ആലോചിക്കുന്നത്. ഇന്ത്യയിലൂടെ നിങ്ങൾ ടൂറ് പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ടൂറാണിത്. ഇന്ത്യയിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ട്രിപ്പ് അങ്ങോട്ട് പോവുകയാണ്. സാധാരണ നമ്മുടെ ട്രിപ്പൊക്കെ എങ്ങനെയാ പോകാറുള്ളത്, കേരളത്തിൽ നിന്ന് അങ്ങോട്ടല്ലേ തുടങ്ങാറുള്ളത്, അല്ലെ? കേരളം, തമിഴ്നാട്, അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് തുടങ്ങാറുള്ളത്. കാരണം നമ്മളൊക്കെ കേരളത്തിലാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ട്രിപ്പ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു, ഒന്ന് മാറ്റി പിടിക്കുന്നു. അതാണല്ലോ ഇപ്പോഴത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോഴും വെറൈറ്റി തേടുന്ന മക്കളാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് മാറ്റി പിടിച്ചുകൊണ്ട് നമ്മുടെ ട്രിപ്പ് എവിടെ നിന്ന് തുടങ്ങുന്നവരോ, നേരെ ഇന്ത്യയുടെ മുകളിൽ നിന്ന് താഴെയിട്ടാണ് വരുന്നത്. അതാണ് ഓരോ ചാപ്റ്റേഴ്സ്. ഇതൊരു ചാപ്റ്റർ, അടുത്ത ചാപ്റ്റർ, അടുത്ത ചാപ്റ്റർ, അങ്ങനെ 3 ചാപ്റ്ററുകളായിട്ട് എന്ത് ചെയ്യും. ഇന്ത്യയുടെ ഏകദേശ ഭാഗം നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ ആകെ 4 ചാപ്റ്ററുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരേന്ത്യയുടെ ഭാഗം, നമ്മുടെ പർവ്വതങ്ങളുടെ ഒക്കെ ഭാഗമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ പീഠഭൂമികളുടെ ഒക്കെ ഭാഗമായിട്ട്, എന്നത് സമതലങ്ങളുടെ ഭാഗം, പ്ലെയിനുകളുടെ ഭാഗമാണ്. മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് പീഠഭൂമികളുടെ പാഠം എന്ന് വെച്ചാൽ നമ്മുടെ
സമതലമല്ല, നമ്മള് ഉപദ്വീപീയ പീഠഭൂമിയില്ലേ, പെനിൻസുലാസ് പ്ലാറ്റു ഇല്ലേ, ഈ ഭാഗമാണ് മൂന്നാമത്തെ ഭാഗം. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യയുടെ ഒരു കംപ്ലീറ്റ് ടൂർ നമ്മൾ പോവുകയാണ് എന്ന് അങ്ങോട്ട് ആലോചിച്ചാൽ മതി. കംപ്ലീറ്റ് ടൂർ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കുക? ഒരു ടൂർ പോകുന്ന സമയത്ത് ആ സ്ഥലത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് നോക്കൂല, കാലാവസ്ഥ എങ്ങനെയുണ്ട് നോക്കൂല, അവിടെ ഏതൊക്കെ മൃഗങ്ങൾ, നമ്മൾ കാട്ടിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ പറയാറില്ലേ, ആനയെ കണ്ടു, മാനിനെ കണ്ടു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ അവിടുത്തെ മൃഗങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ഏതൊക്കെ വെറൈറ്റി മരങ്ങളുണ്ട്, അവിടുത്തെ ജനങ്ങൾ എന്തൊക്കെയാ കൃഷികൾ ചെയ്യാറുള്ളത്, അവിടെ മഴയുണ്ടോ, മഴയില്ലാത്ത നാടാണോ, അതുപോലെ മലകളുണ്ടോ, കുന്നുകളുണ്ടോ, പരന്നിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടൂറാ മക്കളെ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ട്രിപ്പാ. നമ്മുടെ ഇന്ത്യയിലൂടെ മുഴുവൻ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോകുക എന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ ട്രിപ്പ് പോകുന്ന സ്ഥലത്ത് ഓരോരോ സ്ഥലങ്ങളെത്തുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ പഠിക്കാറില്ലേ, അങ്ങനെ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ പഠിച്ചുകൊണ്ട്, സ്ഥലങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത്. ഈ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾ ഇതിന് ശേഷം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ എന്ത് ചെയ്യും, സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്ച്വലി ഇന്ത്യയുടെ ഈ ഒരു ഷെയ്ഡ് കണ്ടോ നിങ്ങൾ, ഒരു പല കളർ ഷെയ്ഡ്, ഒരു വേറൊരു കളർ ഷെയ്ഡ്, ഈ കളർ ഷെയ്ഡ് ഏതാന്ന് പോലും എനിക്കറിയില്ല, അതിന്റെ കളർ ഇപ്പം എന്താ പറയാ, ഒരു യെല്ലോ ഇടുന്നാണ്ട് വിട്ടുപോയ ഒരു ഷെയ്ഡാ. ഈ ഒരു ഷെയ്ഡ് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തെ കുറിച്ച് മാത്രം, അഥവാ നോർത്തേൺ മൗണ്ടൻ റീജൻ, ഉത്തര പർവ്വത മേഖലയെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ. നോർത്തേൺ മൗണ്ടൻ റീജിയനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, അതിന്റെ ഡീറ്റെയിലുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ഇന്ത്യ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ നമ്മൾ അറിയപ്പെടുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്, നാനാത്വത്തിൽ ഏകത്വം എന്ന് അറിയപ്പെടുന്ന, എന്നുവെച്ചാൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കൾച്ചേഴ്സ് കിടക്കുന്ന, ഒരുപാട് ആചാരങ്ങൾ കിടക്കുന്ന, ഒരുപാട് സംസ്കാരങ്ങൾ കിടക്കുന്ന, ഒരുപാട് ഭക്ഷണം കിടക്കുന്ന, എല്ലാം കൊണ്ടും വെറൈറ്റീസ് നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിവിധ മതങ്ങളുണ്ട്, വിവിധ ആചാരങ്ങളുണ്ട്, വിവിധ സംസ്കാരങ്ങളുണ്ട്, വിവിധ ഭാഷകളുണ്ട് ഇല്ലേ. 28 സംസ്ഥാനങ്ങളും 122 മാതൃഭാഷകളും 29 മേജർ ഫെസ്റ്റിവൽസുകളും കിടക്കുന്ന, 8 യൂണിയൻ ടെറിട്ടറികൾ കിടക്കുന്ന, അതിലെല്ലാം അപ്പുറമായിട്ട് വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കിടക്കുന്ന, വസ്ത്രങ്ങളിൽ നിൽക്കുന്ന, നമ്മുടെ ഫിസിയോഗ്രഫിയുള്ള, ഇതെല്ലാം കൊണ്ട് വെറൈറ്റീസ് നിറഞ്ഞിട്ടുള്ള ഒരു ഭംഗിയേറിയ രാജ്യത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റെല്ലാ രാജ്യങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് എങ്ങനെയാ കാണാം, അവിടുത്തെ ചിലപ്പോൾ ഒരേ മതസ്ഥരായിരിക്കും അവിടെ ഉണ്ടാവാം, ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകളായിരിക്കും അവിടെ ഉണ്ടാവാം, ഒരേ സംസ്കാരമുള്ള ആളുകളായിരിക്കും അവിടെ ഉണ്ടാവാം. നമുക്ക് ഓരോ രാജ്യങ്ങളെ അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കുകയും അവിടെ എല്ലാം വെറൈറ്റീസാ. ഈ എല്ലാം വെറൈറ്റീസ് ആവാനുള്ള കാരണം എന്താണെന്നറിയോ? അത് ഇന്ത്യയുടെ ജിയോഗ്രഫി തന്നെയാണ്. ഇന്ത്യയുടെ മുകളിൽ നമ്മുടെ ഈ ജമ്മു ആൻഡ് കാശ്മീർ ഈ ഭാഗം ഉണ്ടല്ലോ, ഹിമാലയത്തിന്റെ മൗണ്ടെയ്ൻസിന്റെ ഒക്കെ ഏരിയ, ഈ ഭാഗം ഭയങ്കര തണുപ്പാ. ആ തണുപ്പാവുന്ന സമയത്ത് നമ്മൾ ധരിക്കുന്ന പോലത്തെ ഡ്രസ്സ് ധരിച്ചിട്ട് അവർക്ക് അവിടെ നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അവരുടെ ഡ്രസ്സുകൾ മാറ്റണ്ടാവും, അവരുടെ ഭക്ഷണങ്ങൾ മാറ്റണ്ടാവും. കാരണം അവിടെ ജീവിക്കുന്ന മൃഗങ്ങൾ നമ്മുടെ മാതിരിയാവോ? ഇല്ല. അവിടുത്തെ ജീവികളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അവിടെ നമ്മളെ ഈ ചെമ്മരിയാടുകളൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന സ്ഥലമായിരിക്കും. അപ്പൊ ആട്ടിറച്ചി നന്നായിട്ട് കിട്ടുന്ന സ്ഥലമായിരിക്കും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കേരളം അടങ്ങുന്ന ഈ ഭാഗം പെനിൻസുലാസ് പ്ലാറ്റൂയിലേക്ക് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവസ്ഥ എന്താ? അവിടെ കടലിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലം. അതുകൊണ്ട് മത്സ്യം നന്നായിട്ട് കിട്ടുന്ന, ഫിഷിങ് ധാരാളമായിട്ട് കിട്ടുന്ന സ്ഥലമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ ജിയോഗ്രഫിയാണ് ഇന്ത്യയിൽ ഇത്രയും വെറൈറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായത്. ഇന്ത്യയുടെ ആക്ച്വലി ജിയോഗ്രഫിയാണ് എന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കണം. നമ്മുടെ ഇന്ത്യയുടെ വടക്കൻ ഭാഗം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഏറ്റവും നോർത്ത് ഭാഗം ഉണ്ടല്ലോ മക്കളെ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്താ? എൻ്റെ മക്കളെന്നെ നോക്കടാ, ഇവിടെ ആക്ച്വലി മൗണ്ടെയ്ൻസ് ആണ്, പർവ്വതങ്ങളാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോട്ട പോലെ, ഇത് ഫോർമിഡബിൾ ഫോർട്ട്നസ് ഇൻ ദ നോർത്തേൺ പാർട്ട്. വടക്കൻ പർവ്വതങ്ങൾ വടക്ക് ഭാഗത്ത് ഒരു ശക്തമായ കോട്ട പോലെ നിലനിൽക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല വാസ്റ്റ് ആൻഡ് ഫെർട്ടിൽ പ്ലെയിൻ ജസ്റ്റ് ഓഫ് ദ സൗത്ത് ഓഫ് ഇറ്റ്. അതിന് തൊട്ട് താഴെ കിടക്കുന്ന ഈ ഒരു ഭാഗം, അത് നമ്മുടെ ഗംഗയെ കൊണ്ടും ബ്രഹ്മപുത്രയെ കൊണ്ടും ഇൻഡസിനെ കൊണ്ടുമെല്ലാം അതിന്റെ ട്രിബ്യൂട്ടറികളും അതിന്റെ പോഷക നദികളൊക്കെ അടങ്ങിയിട്ട് വലിയ വിശാലമായിട്ട് കിടക്കുന്ന എക്കൽ മണ്ണ് നിറഞ്ഞിട്ടുള്ള, അലൂവിയൽ സോയിൽ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. കേട്ടിട്ട് പേടിക്കേണ്ട, സെക്കൻഡ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ. സോ ഈ ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ എന്താണ്, ധാരാളം മണ്ണുകൾ കൊണ്ടെല്ലാം നല്ല ഫലഭൂവിഷ്ടമായിട്ടുള്ള മണ്ണ് നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അതാ വാസ്റ്റ് ആൻഡ് ഫെർട്ടിൽ പ്ലെയിൻ ജസ്റ്റ് ടു ദ സൗത്ത് ഓഫ് ഇറ്റ്. അതിന് തൊട്ട് താഴെയായിട്ട്
തൊട്ട് തെക്ക് ഭാഗത്ത് തന്നെയായിട്ട് വിശാലവും ഫലഭൂവിഷ്ടവുമായ സമതലം കാണാം. അതേസമയം ഡെസേർട്ട് ലാൻഡ് ഇൻ ദ വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്ത് മരുഭൂമി കാണാം. രാജസ്ഥാനിൽ വരികയാണെങ്കിൽ താർ ഡെസേർട്ട് കാണാം. രാജസ്ഥാനിൽ വരികയാണെങ്കിൽ ഏത് കാണാം? താർ ഡെസേർട്ട്, മരുഭൂമി കാണാൻ പറ്റും. കൂടാതെ തന്നെ എക്സ്റ്റെൻസീവ് പ്ലാറ്റു ഇൻ ദ സെൻട്രൽ, മധ്യഭാഗത്ത് വിശാലമായ പീഠഭൂമികൾ. നമ്മുടെ ഡെക്കാൻ പ്ലാറ്റു ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഡെക്കാൻ പ്ലാറ്റു ഒക്കെ ഉണ്ട്. മധ്യഭാഗത്ത് വിശാലമായ പ്ലാറ്റുകൾ, പീഠഭൂമികൾ നമുക്ക് കാണാൻ പറ്റും. ലെങ്തി കോസ്റ്റൽ സ്ട്രെച്ച് ഈസ്റ്റ് ആൻഡ് വെസ്റ്റേൺ സൈഡ്, കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും തീരപ്രദേശങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ അറേബ്യൻ കടലിന്റെ ഭാഗത്തും അറേബ്യൻ സീയുടെ ഭാഗത്തും ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത്, ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്തും രണ്ട് സൈഡുകൾ അറിയാലോ. കേരളത്തിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ്. അതുപോലെ തന്നെ കർണാടകയുടെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നതും തീരപ്രദേശമാണ്. അങ്ങനെ രണ്ട് ഭാഗത്ത് തീരപ്രദേശങ്ങൾ നിറഞ്ഞിട്ടുള്ള കോസ്റ്റൽ ഏരിയകൾ കിടക്കുന്ന, കൂടാതെ തന്നെ ദ്വീപുകളുള്ള നമ്മുടെ ആൻഡമാൻ നിക്കോബാസ് എന്ന് പറയുന്നത് നമ്മുടെ ദ്വീപ, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ ദ്വീപ. ഇങ്ങനെ ദ്വീപുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഭംഗിയേറിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ എന്തൊക്കെയുണ്ട് മക്കളെ? ഏറ്റവും നോർത്തിലാണെന്നുണ്ടെങ്കിൽ വലിയ മൗണ്ടെയിൻസുകൾ കാണാം. അത് തൊട്ട് താഴായിട്ട് ഫെർട്ടിൽ ലാൻഡ്, ഫലഭൂയിഷ്ടമായ മണ്ണ് കാണാം. ഡെസേർട്ട് കാണാം, എന്ന് വെച്ചാൽ മരുഭൂമികൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്ലാറ്റൂസ്, പീഠഭൂമികൾ കാണാം. കോസ്റ്റൽ പ്ലെയിൻസ്, തീരസമതലങ്ങൾ കാണാൻ പറ്റും. ഐലൻഡ്, ദ്വീപുകൾ കാണാൻ പറ്റും. ഇവയെല്ലാം കാണാൻ പറ്റുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതിലെ നമ്മൾ ഏറ്റവും മുകളിലെ ഈ ഒരു ഭാഗം, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്ക് 5 ഭാഗങ്ങളാക്കിയിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. ഇന്ത്യയെ based on the topography, India can be divided. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 എണ്ണമായിട്ട് തരംതിരിക്കാം. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എത്രമായിട്ട് തരംതിരിക്കാം? 5 എണ്ണമായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഉത്തരപർവ്വത മേഖല. ഒന്നാമത്തെ പോയിന്റ് ഏതാ മക്കളെ? ഉത്തരപർവ്വത മേഖലയാണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ, അഥവാ നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയും. അതാട്ടോ ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തതാണ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അഥവാ ഉത്തരേന്ത്യൻ സമതലം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ട് വരാനുള്ളത്. മൂന്നാമത്തതാണ് ദ പെനിൻസുലാസ് പ്ലാറ്റു, ഉപദ്വീപീയ പീഠഭൂമി. അതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. 3 ചാപ്റ്ററുകളായി. ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിച്ച ഈ ഒന്നാണ്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. നോർത്ത് ഇന്ത്യൻ മൗണ്ടൻ റീജിയൻ അഥവാ ഉത്തരപർവ്വത മേഖല, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഉത്തരേന്ത്യൻ സമതലം, പെനിൻസുലാസ് പ്ലാറ്റു, ഉപദ്വീപീയ പീഠഭൂമി. കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ ഡെസേർട്ട് കാണാം. ഈ ഡെസേർട്ട് എന്ന് പറയുന്നത്, മരുഭൂമി എന്ന് പറയുന്നത് ഏത് ഭാഗത്ത് വരുന്നത്? നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഭാഗത്ത് വരുന്നതാണ് മരുഭൂമി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഐലൻഡ്സ്, തീരദേശ സമതലങ്ങളും ദ്വീപുകളും. അത് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാം? പെനിൻസുലാസ് പ്ലാറ്റൂവിലും ഉൾക്കൊള്ളിക്കാം. സോ ഇന്ത്യയെ നമുക്ക് എത്രണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാമെന്നാ പറഞ്ഞത്? 5 എണ്ണമാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അതിന്റെ ടോപ്പോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ, അതിന്റെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ എത്രണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ 5 എണ്ണം എന്റെ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യമാണ്. ചോദ്യം ഇതായിരിക്കും. ഞാനിത് അവിടെ മാർക്ക് ചെയ്തിരുന്നു. ചോദ്യം ഇതായിരിക്കും. Based on the topography, India can be divided into 5. Which are they? ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമുക്ക് 5 എണ്ണമാക്കിയിട്ട് തരംതിരിക്കാം. ഏതെല്ലാമാണ് അവ എന്ന് ചോദിച്ചാൽ എന്റെ മക്കൾക്ക് എഴുതാൻ പറ്റുമല്ലോടാ? യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ പറഞ്ഞ നോർത്ത് മൗണ്ടൻ റീജിയൻ അഥവാ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന അതിനെക്കുറിച്ച് മാത്രമേ നമ്മുടെ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിന് താഴേക്കുള്ള ഭാഗത്തെക്കുറിച്ച് നമ്മൾ മിണ്ടുകയേ ചെയ്യൂലപ്പോ. രണ്ടാമത്തെ പാഠത്തുമ്പോൾ ഞാൻ അവിടെ മിണ്ടും. ഇവിടെ ഒന്നാമത്തെ ചാപ്റ്റർ വരുമ്പോൾ എന്തില്ല, ഞാൻ അവിടെ പറയില്ല. ഉത്തരപർവ്വത മേഖല അഥവാ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഷോർട്ടാണ് ആക്ച്വലി ഇത്. കാരണം നമ്മുടെ പുസ്തകത്തിൽ അവിടെ ഇവിടെയുമായിട്ട് ഒരുപാട് ഡീറ്റെയിലുകൾ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എൻ്റെ മക്കൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അഥവാ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് ആദ്യം 3 എണ്ണമായിട്ട് തരംതിരിക്കാം. അതാണ് 1, 2, 3. ഒന്നാമത്താണ് ട്രാൻസ് ഹിമാലയ. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ തന്നെ പറയാം, ട്രാൻസ് ഹിമാലയ. രണ്ടാമത്തെ ഹിമാലയ. മൂന്നാമത്തെ ഈസ്റ്റേൺ ഹൈലൻഡ്സ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകൾ. അത് ഏതാണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടില്ലോ. ഏതാണ് എന്ന് ഞാനിതാ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആദ്യം പറഞ്ഞ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത് ഇതാണ്. ട്രാൻസ് ഹിമാലയ കണ്ടില്ല നിങ്ങളെ? കാരക്കോറം, ലഡാക്ക്, സസ്കർ അടങ്ങുന്ന മൗണ്ടൈനുകൾ അടങ്ങുന്ന ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തില്ല, ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹിമാലയ. എന്താ വിളിക്കുക? ട്രാൻസ് ഹിമാലയ. രണ്ടാമത്തേത് ഈ നീല കളർ മാർക്ക് ചെയ്തിട്ട് ഇതുണ്ടല്ലോ, ഈ കളറിൽ മാർക്ക് ചെയ്തില്ല, ഇതാണ് ഹിമാലയ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഹിമാലയ.
എന്ന് വെച്ചാൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അടങ്ങുന്ന ഈ 3 സ്ഥലങ്ങൾ അടങ്ങുന്ന സ്ഥലം, ഏറ്റവും വിശാലമായി കിടക്കുന്ന ഈ ഒരു ഭാഗം, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹിമാലയ. അതേസമയം ഈ ഭാഗത്ത് കിടക്കുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റേൺ ഹൈലൻഡ്സ്, കിഴക്കൻ കുന്നുകൾ. ഈസ്റ്റേൺ ഹൈലൻഡ്സ് എന്നും പറയാം, ഈസ്റ്റേൺ ഹിൽസ് എന്നും പറയാം. നാഗ കുന്നുകൾ, മീസോ കുന്നുകൾ, നാഗ, പാറ്റ്കീബം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കുന്നുകൾ അടങ്ങുന്ന ഈ സ്ഥലങ്ങൾ. അപ്പൊ ഇന്ത്യയെ നമ്മൾ 3 എണ്ണമായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാ മക്കളെ? ഇതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? നമ്മളെ ട്രാൻസ് ഹിമാലയാണ്, രണ്ടാമത്തെ ഹിമാലയാണ്, മൂന്നാമത്തെ ഈസ്റ്റേൺ ഹൈലൻഡ്സ് ആണ്. ഇതിന് മറ്റൊരു പേരും കൂടെ കൊടുക്കാം. ഞാനിവിടെ എഴുതി വെക്കാം. നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കൃത്യമായിട്ട് ഓർഡറാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി വെക്കാം. ഇതിന് നമ്മൾ വിളിച്ച പേര് ട്രാൻസ് ഹിമാലയ എന്നാണ്. അതേസമയം ഇതിനെ വിളിച്ച പേര് ഹിമാലയ എന്നാണ്. ഇതിനെ വിളിച്ച പേര് ഈസ്റ്റേൺ ഹിൽസ് അഥവാ കിഴക്കൻ കുന്നുകൾ. എഴുതി വെച്ചാൽ അങ്ങനെ എഴുതാൻ നമുക്ക് മനസ്സിലാവുമല്ലോ. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ കൊടുക്കേണ്ടതുണ്ട്. അതാണ് നമുക്ക് അറിയാവുന്ന ഭാഗമാണ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ് അല്ലെ. ഇത് കിഴക്ക് ഭാഗമാണ്, ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. സംശയമൊന്നുമില്ലല്ലോ എൻ്റെ മക്കൾക്ക്? ഒരു സംശയമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ തന്നെ നമ്മൾ ട്രാൻസ് ഹിമാലയ തന്നെ വിളിക്കുന്ന പേരാണ് പടിഞ്ഞാറൻ ഹിമാലയ. എന്താ വിളിക്കാം? പടിഞ്ഞാറൻ ഹിമാലയ എന്ന് വിളിക്കാം. അതേസമയം കിഴക്ക് സൈഡിലായി നമ്മൾ വിളിക്കുന്ന പേരാണ് കിഴക്കൻ ഹിമാലയ. എന്താ വിളിക്കാം? കിഴക്കൻ ഹിമാലയ. പടിഞ്ഞാറൻ ഹിമാലയ, കിഴക്കൻ ഹിമാലയ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നടുവിലല്ലേ ബാക്കി കിടക്കുന്നത്? നമ്മുടെ ഹിമാലയ എന്ന് പറയുന്ന ഈ ഭാഗം കിടക്കുന്ന ഏതിന്റെ നടുവിലാ? ഇത് രണ്ടിന്റെയും നടുവിലാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പേര് കൊടുക്കുന്നു മധ്യ ഹിമാലയ അഥവാ സെൻട്രൽ ഹിമാലയ, അഥവാ മലയാളത്തിൽ എന്ത് പറയും? മധ്യ ഹിമാലയ എന്ന് വിളിക്കും. സെൻട്രൽ ഹിമാലയ, മധ്യ ഹിമാലയ. സോ പടിഞ്ഞാറൻ അഥവാ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിലാണ് എന്ത് പറയും? വെസ്റ്റേൺ ഹിമാലയ എന്ന് പറയും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയും. ഇവിടെയാണെങ്കിൽ സെൻട്രൽ ഹിമാലയ എന്ന് പറയും. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ട്രാൻസ് ഹിമാലയ തന്നെയാണ് പടിഞ്ഞാറൻ ഹിമാലയ, ട്രാൻസ് ഹിമാലയ തന്നെയാണ് പടിഞ്ഞാറൻ ഹിമാലയ, ട്രാൻസ് ഹിമാലയ തന്നെയാണ് വെസ്റ്റേൺ ഹിമാലയ. ഒക്കെ മലയാളം ഇംഗ്ലീഷും കൂടെ കൂട്ടി പറഞ്ഞതാ. അതേസമയം ഹിമാലയ എന്ന് പറയുന്ന ഭാഗമാണിത് സെൻട്രൽ ഹിമാലയ അഥവാ മധ്യ ഹിമാലയ. അതേസമയം ഈസ്റ്റേൺ ഹൈലൻഡ്സ് ആണിത് ഈസ്റ്റേൺ ഹിമാലയ അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയ. മനസ്സിലായല്ലോ? ഇത് എന്തുകൊണ്ടാണ് ആ പേരിട്ടത്? മനസ്സിലായില്ലേ? പടിഞ്ഞാറ് ഭാഗമായതുകൊണ്ട് വെസ്റ്റ് ഭാഗമായതുകൊണ്ട് വെസ്റ്റേൺ ഹിമാലയ എന്ന് കൊടുത്തു, ഈസ്റ്റ് ഭാഗമായതുകൊണ്ട് ഈസ്റ്റേൺ ഹിമാലയ എന്ന് കൊടുത്തു. അതിന്റെ രണ്ടിന്റെ നടുവിന് കിടക്കുന്നതുകൊണ്ട് എന്ത് കൊടുത്തു? സെൻട്രൽ ഹിമാലയ, മധ്യ ഹിമാലയ എന്നും നമ്മൾ എന്ത് കൊടുത്തു? പേര് കൊടുത്തു. അതാണ് ഇനി ഇവിടെ ഈ പറഞ്ഞ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നോക്കിക്കേടാ. ട്രാൻസ് ഹിമാലയ തന്നെ വിളിച്ച പേരായിരുന്നു ഈസ്റ്റേൺ ഹിമാലയ, പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് എന്റെ മക്കളുടെ ഓർമ്മയിൽ വന്നല്ലോ. യെസ്, അതുപോലെ തന്നെ ഹിമാലയ എന്ന് പറയുന്നത് സെൻട്രൽ ഹിമാലയ തന്നെയാണ്, മധ്യ ഹിമാലയ തന്നെയാണ്, ഓർമ്മയിൽ വന്നു. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകൾ തന്നെയാണ് ഈസ്റ്റേൺ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയം അഥവാ കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ ആദ്യത്തെ ടോപ്പിക് ഏരിയ. സെറ്റാ ഇത് മറന്നൂല. ഇനി ട്രാൻസ് ഹിമാലയെ നമുക്ക് 3 എണ്ണമാക്കിയിട്ട് തരംതിരിക്കാം. ഏതിനാണ്? ട്രാൻസ് ഹിമാലയെ നമുക്ക് 3 എണ്ണമാക്കിയിട്ട് തരംതിരിക്കാം. അതിൽ 1, 2, 3. ട്രാൻസ് ഹിമാലയ 3 എണ്ണമായിട്ട് തരംതിരിച്ചു. അതാണ് കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമാണല്ലോ ഉള്ളത്. അതിൽ കാശ്മീരിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2ആയിട്ടൊക്കെ തരംതിരിച്ചിട്ടുണ്ട്. ജമ്മുവും അതുപോലെ തന്നെ ലഡാക്കുമായിട്ട് 2ആയിട്ടൊക്കെ തരംതിരിച്ചിട്ടുണ്ടല്ലോ. അതിൽ ആലോചിക്കുക, കാശ്മീരിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗമാണിത് കാശ്മീർ ഹിമാലയ, ഹിമാചലിൻ്റെ ഭാഗത്താണ് ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡിന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കാം? ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഹിമാലയത്തെ നമ്മൾ 3 എണ്ണമായിട്ട് തരംതിരിച്ചു. ഇതൊക്കെ ഡീറ്റെയിൽ പഠിക്കൂട്ടോ, ഡീറ്റെയിൽ പഠിക്കാനുള്ളതാണ്. തരംതിരിച്ചു. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രിയാണ് ഏറ്റവും ഉയരം കൂടിയതാണ്. ഹിമാചൽ അതിന് തൊട്ട് താഴെയാണ്. സിവാലിക് അതിന് തൊട്ട് താഴെയാണ്. അടുത്താണ് പൂർവാചൽ. നമ്മുടെ കിഴക്കൻ കുന്നുകളുടെ അവിടെ ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. അതേതാണ്? പൂർവാചൽ. ഈ പേരുകൾ എൻ്റെ മക്കളുടെ മനസ്സിൽ ഉറപ്പായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കോ പേടിക്കൊന്നും വേണ്ട. എന്താലോചിച്ചാൽ മതി. ട്രാൻസ് ഹിമാലയ എവിടെയാണ്? കാശ്മീരിന്റെ ഭാഗത്താണ്. അപ്പൊ എന്ത് ചെയ്തു? അവിടെ നമ്മൾ പേരിട്ടെടുത്തു കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഹിമാലയത്തിന്റെ അവിടെ നമ്മൾ 3 എണ്ണമായിട്ട് ഇങ്ങനെ ലൈന് പോയില്ലേ? ആ ലൈന് പോയത് എവിടേക്കായിരുന്നു? നമ്മളായിരുന്നു ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കാണ്. അതുപോലെ തന്നെ പൂർവാചൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർവ്വഭാഗത്ത് കിടക്കുന്നതുകൊണ്ട്, കിഴക്കൻ ഭാഗത്ത് കിടക്കുന്നതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് എന്തേ? പൂർവാചൽ എന്നെന്ത് ചെയ്യും? വിളിക്കും. ആ പേര് എൻ്റെ മക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഓർമ്മയിലുണ്ടായിരിക്കണം. മറന്നു പോകാൻ പാടില്ല ഒരു കാരണവശാലും. അതില് നോർത്തേൺ മൗണ്ടൻസ്,
നോർത്തേൺ മൗണ്ടൻസിന്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എസ് ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ആദ്യം പറയുന്നില്ലല്ലോ. അതെന്ത് ചെയ്യാണ്? നോർത്തേൺ മൗണ്ടൻ ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ പാമീർ നോട്ട്. അത് എവിടുന്നാണ് തുടങ്ങുന്നത്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. എവിടുന്ന് തുടങ്ങുന്നത്? പാമീർ നോട്ട്. അതാ എവിടെ പാമീർ നോട്ട് അഥവാ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പൂർവാചൽ വരെ വിശാലമായിട്ട് കിടക്കാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പൂർവാചൽ വരെ വിശാലമായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മാപ്പ് ആദ്യം കണ്ടല്ലോ. അതിൽ ഇതൊക്കെയാണ് പാമീർ നോട്ട്. കണ്ടോ നിങ്ങൾ? പാമീർ നോട്ട് കണ്ടോ? പാമീർ പർവ്വതക്കെട്ട് തുടങ്ങിയിട്ട് ഇതാണ് പൂർവാചൽ എന്ന് പറയുന്നത്. ഇവിടെ വരെ വിശാലമായിട്ട് കിടക്കുന്നതാണ് ഈ പാമീർ നോട്ടിനെയാണ് അഥവാ പാമീർ പർവ്വതക്കെട്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ പാമീർ നോട്ട് എന്ന് പറയും, മലയാളത്തിലാണെങ്കിൽ പാമീർ പർവ്വതക്കെട്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്. ആ പേര് എവിടെ കേട്ടുക്കണു? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അതായിരുന്നു. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ നോട്ടിനെയാണ് അഥവാ പാമീർ പർവ്വതക്കെട്ടിനെയാണ്. അഥവാ ലോകത്തിന്റെ നെറുകയിൽ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? പാമീർ പർവ്വതക്കെട്ടിനെയാണ്. ഇന്ന് എന്ത് ചെയ്യും? മക്കളുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഓർമ്മ വേണം. അപ്പൊ പാമീർ പർവ്വതക്കെട്ട് മുതൽ പൂർവാചൽ വരെ വിശാലമായിട്ട് കിടക്കുന്ന ഭാഗമാണ്. കൂടാതെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി യങ് ആൻഡ് ലോഫ്റ്റി നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഹാസ് ബീൻ ഫോംഡ് ടു ദ ഫോൾഡിംഗ് റോക്ക് ലേയേഴ്സ്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയ നല്ല എന്ന് വെച്ചാൽ കുറച്ച് കാലം കൊണ്ട് ഉണ്ടായതാ. പ്രായം കുറഞ്ഞെന്ന് പറഞ്ഞാൽ അറിയാലോ, എൻ്റെ മാതിരി വയസ്സില്ലാത്തതാണ്. നിങ്ങളുടെ മാതിരി വയസ്സന്മാരല്ല, എൻ്റെ മാതിരി ചെറിയ പ്രായം, കുഞ്ഞു കുട്ടികളുടെ പ്രായമുള്ള താരതമ്യേന പ്രായം കുറഞ്ഞാണ്. ഈ താരതമ്യേന പ്രായം കുറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാൻ നിൽക്കേണ്ട. 2 കൊല്ലം കൊണ്ടോ 3 കൊല്ലം കൊണ്ടോ ഉണ്ടായതാന്നുള്ളതല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടാണ്. എന്നാലും പ്രായം കുറവാണ്. ബാക്കിയുള്ളവരൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രായം കുറവാണ്. അതുപോലെ തന്നെ ശിലാപാളികൾക്ക് ചലനം സംഭവിച്ചാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? രൂപം കൊണ്ടിട്ടുള്ളത്. അത് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2400 കിലോമീറ്ററാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താണ്? 2400 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം കിടക്കുന്നത്. അത് തുടങ്ങുന്ന ഇൻഡസിൽ നിന്നാണ്. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര വരെ അവസാനിച്ച് കിടക്കുന്നു. നമ്മളെ സിന്ധു നദി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ജസ്റ്റ് കേട്ട് വെച്ചാൽ മതി, ഇപ്പോഴത്തേക്ക് വേണ്ടി കേട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഇന്ത്യയുടെ മാപ്പ് ഇതാണല്ലോ. സിന്ധു നദി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് സിന്ധു നദി വരുന്നത്. ഇങ്ങനെയാണ് സിന്ധു നദി വരുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര വരുന്നത് ഇങ്ങനെയാണ് ബ്രഹ്മപുത്ര വരുന്നത്. ഈ 2 വരച്ചാണ് സിന്ധു നദിയും ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ വേണമെങ്കിൽ എഴുതി വെച്ച് തരാം. ഇതാണ് ഇൻഡസ്, മലയാളത്തിൽ സിന്ധു എന്ന് പറയും, ഇൻഡസ്. അതേസമയം ഇതാണ് ഇത് ബ്രഹ്മപുത്ര. ഈ 2 നദികളുടെയും ഇടയിൽ 2400 കിലോമീറ്റർ ഗ്യാപ്പിൽ 2400 കിലോമീറ്ററുകൾ വിശാലമായിട്ടാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ വീതി എന്ന് പറഞ്ഞാൽ ഒരു 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി വരുന്നത്. 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ് എന്തെന്ന് ഉത്തരപർവ്വത മേഖലയുടെ വീതി വരുന്നത്. അതിൽ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് 3 തരംതിരിക്കാം. അഥവാ ട്രാൻസ് ഹിമാലയ, കിഴക്കൻ കുന്ന്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടുന്നാണ് ഇനിയും പഠിക്കാനുള്ളത്. ട്രാൻസ് ഹിമാലയ, കിഴക്കൻ കുന്നുകളാണല്ലോ. ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഹിമാലയ മറ്റൊരു പേരിലും കൂടെ വിളിക്കും. അതാണ് ടിബറ്റൻ ഹിമാലയം എന്ന് വിളിക്കും. ടിബറ്റൻ ഹിമാലയം എന്ന് വിളിക്കുന്നത് ട്രാൻസ് ഹിമാലയ തന്നെയാണ്. പേരിൽ നിങ്ങൾ പഠിച്ചു നോക്കാൻ സിമ്പിളാ. ട്രാൻസ് ഹിമാലയ അവിടെ ടി ആണല്ലോ. ടിബറ്റൻ ഹിമാലയ അവിടെയും ടി ആണ്. അത് ആലോചിച്ച് നോക്കുക. അത് രണ്ടിനും എന്താണ്? ടി ആണ്. അപ്പൊ ട്രാൻസ് ഹിമാലയ തന്നെ വിളിക്കുന്ന പേരാണ് ടിബറ്റൻ ഹിമാലയ. അതിന്റെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ്, ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ 3000 മീറ്റർ ആണ്. ദാറ്റ് മീൻസ് 3 കിലോമീറ്റർ. 3000 മീറ്റർ എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ. അപ്രോക്സിമേറ്റ്ലി വിഡ്ത്ത്, ഒരു വീതി ഏകദേശം വരികയാണെങ്കിൽ ഒരു 40 കിലോമീറ്റർ ഒക്കെ വരും. ഒരു ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന്റെ നീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 965 കിലോമീറ്റർ വരും. ഉയരം 3000 മീറ്റർ. 3000 കിലോമീറ്റർ എന്ന് എഴുതി വെക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി തന്നത്. 3000 മീറ്റർ ആണ് ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. ആവറേജ് ആൾട്ടിറ്റ്യൂഡ് വരുന്നത് 3000 മീറ്റർ ആണ്. ശരാശരി ഉയരം വരുന്നത് 3000 മീറ്റർ ആണ്. വിഡ്ത്ത് 40 കിലോമീറ്റർ, 40 കിലോമീറ്റർ ആണ്. ലെങ്ത് 965 കിലോമീറ്റർ ആണ്. അതേസമയം ഹിമാലയമാണെങ്കിലോ, ഹിമാലയത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു. 3 തരംതിരിച്ചു. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതുപോലെ തന്നെ ഇറ്റ്സ് സിറ്റുവേറ്റഡ് സൗത്ത് ഓഫ് ദ ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയത്തിന്റെ തൊട്ട് താഴെയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. പഠിച്ചതാണ്, അറിഞ്ഞാണ്. അതേസമയം ശിവാലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിൽ പറഞ്ഞ ഈ 3 മൂന്നാമത്തത് ഇതാണ് ശിവാലിക്. ഇതിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം തന്നെ പഠിച്ചു പോകാൻ നിൽക്കുന്നത്. അതിൽ ശിവാലിക്കിന്റെ ഡീറ്റെയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിവാലിക് എന്താണെന്ന് വെച്ചാൽ ശിവാലിക് ഈസ് അറൌണ്ട് 60 to 150 കിലോമീറ്റർ. നിങ്ങൾ ഇതിനെ പഠിച്ചു വെക്കാനുള്ള എപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞുതരാം. ഹിമാദ്രിയാണ് ഏറ്റവും, ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ ആലോചിച്ച് ഒരു മൗണ്ടൈൻ ഇവിടെ വരച്ച് നോക്കിയാൽ മതി. അതിൽ ഏറ്റവും ഉയരത്തിലാരാ? ഹിമാദ്രിയ.
അതിന് താഴെ ആരാ ഹിമാചല, അതിന് താഴെ ആരാ ശിവാലിക. ആ ഓർഡർ ഓർമ്മ ഉണ്ടാവും. ഹിമാദ്രി ഹിമാചൽ ശിവാലിക്, ഹിമാദ്രി ഹിമാചൽ ശിവാലിക്, ഹിമാദ്രി ഹിമാചൽ ശിവാലിക്, ഇങ്ങനെ ഓർത്ത് വെക്കുക. അങ്ങനെ ഓർത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കടാ. ഇവിടെ ശിവാലിക് എന്ന് പറഞ്ഞാൽ ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് നീളമുള്ളത്. അപ്പോൾ തന്നെ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഔട്ടർ ഹിമാലയ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. ശിവാലികയെ വിളിക്കുന്ന പേരെന്താണ്? ഔട്ടർ ഹിമാലയ. ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കുന്നതും കൂടെ ഇതിനെയാണ്. അതേസമയം അടുത്താണ് ശിവാലിക കഴിഞ്ഞാൽ തൊട്ടുമുകളിലാരാ ഹിമാചല, അല്ലെ? ശിവാലിക കഴിഞ്ഞാൽ തൊട്ടുമുകളിലാരാ ഹിമാചല. ഹിമാചലിനെ വിളിക്കുന്ന പേരാണ് ലെസ്സർ ഹിമാലയ. ഒന്ന് ഔട്ടർ ആണെങ്കിൽ ഇതേതാണ് ലെസ്സർ ഹിമാലയാണ്. ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കും കേട്ടോ. ഇവിടെ ഞാനിതാ എഴുതി വെച്ച് തരാം, നിങ്ങൾക്ക് ഒന്നും കൂടി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ലെസ്സർ ഹിമാലയ. നിങ്ങളിത് നോട്ടിലേക്ക് എടുത്ത് എഴുതണം കേട്ടോ മക്കളെ. പോയിന്റ് ആക്കിയിട്ട് തന്നാണ്, അതുകൊണ്ട് തന്നെ നോട്ടിലേക്ക് എടുത്ത് എഴുതണം. ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ നോർത്ത് ഓഫ് ദ ശിവാലിക് അഥവാ ശിവാലിക്കിന്റെ വടക്കേ ശിവാലിക്കിന്റെ മുകളിലല്ലേ ഉള്ളത്? നോർത്ത് ഓഫ് ദ ശിവാലിക് അഥവാ ശിവാലിക്കിന് തൊട്ട് മുകളിലാണ് കിടക്കുന്നത്. അതിന്റെ ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ 3500 മുതൽ 4500 വരെയാണ്. കിലോമീറ്റർ അല്ല, മീറ്റർ. ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ്? 3500 മുതൽ 4500 മീറ്റർ വരെയാണ്. അതേസമയം അതിന്റെ വീതി പറയുകയാണെങ്കിൽ 60 മുതൽ 80 കിലോമീറ്റർ ആണ്. വീതി പറയുകയാണെങ്കിൽ 60 മുതൽ 80 കിലോമീറ്റർ ആണ് അതിന്റെ വീതി വരുന്നത്. അതേസമയം ഏറ്റവും മുകളിലുള്ളതാണ് ഇത് ഹിമാദ്രി. ഏറ്റവും മുകളിലുള്ളതാണ് ഇത് ഹിമാദ്രി. അപ്പൊ ഹിമാദ്രിയെ വിളിക്കുന്ന പേരാണ് ഇന്നർ ഹിമാലയ. അപ്പൊ പേരുകൾ 3 വന്നത്. ഇതിന് പേരുകൾ നമ്മൾ ഇവിടെ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വേണമെങ്കിൽ ഞാൻ എഴുതിയിട്ട് തരാം. ഇവിടെ നമ്മൾ പേരിട്ട് കൊടുത്ത ഏതാണ്? ഇതിനെ വിളിച്ച പേര് ഇന്നർ ഹിമാലയ, ഇതിനെ വിളിച്ച പേര് ലെസ്സർ ഹിമാലയ. മലയാളത്തിലും അത് തന്നെയാണ് വിളിക്കുക. ഇതിനെ വിളിച്ച പേര് ഔട്ടർ ഹിമാലയ. ഓർമ്മയിലുണ്ടാവുമല്ലോ. ഈ പേരുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുത്ത് എഴുതിയിട്ട് കാണിച്ചത്. സോ നമ്മൾ എന്ത് ശിവാലിക്കില പറഞ്ഞത്, ഇതിനെ ഹിമാദ്രിയെ പറഞ്ഞത് ഹിമാദ്രി എന്ന് പറഞ്ഞാൽ ലെസ്സർ ഇന്നർ ഹിമാലയ എന്ന് കൂടെ വിളിക്കും. അതുപോലെ തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റർ ഹിമാലയ എന്ന് കൂടെ വിളിക്കാം. ഗ്രേറ്റർ ഹിമാലയ എന്ന് കൂടെ വിളിക്കാം. ഇതിന്റെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് വരുന്നത് 6100 കിലോമീറ്റർ ആണ്. കിലോമീറ്റർ അല്ല, മീറ്റർ ആണ്. 6100 മീറ്റർ ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് 25 കിലോമീറ്റർ ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ നമ്മുടെ വേൾഡിന്റെ മോസ്റ്റ് ഹയസ്റ്റ് പീക്കുകളൊക്കെ ഈ ഏരിയയിൽ നിന്ന് കിടക്കുന്നില്ല. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരുപാട് കൊടുമുടികൾ കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ഹിമാദ്രിയാണ് എന്ന് എൻ്റെ മക്കളുടെ മനസ്സിൽ എന്തായിരിക്കും? ഓർമ്മയിലുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ശിവാലിക് പഠിച്ചു, ഹിമാചൽ പഠിച്ചു, ഹിമാദ്രി പഠിച്ചു. 3 പഠിച്ചില്ലേ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഈ 3 നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇനി നമ്മൾ എങ്ങനെയാണ് ഹിമാലയ ഉണ്ടായത് ചോദിക്കുകയാണെന്നുണ്ട്. അതൊരു വലിയൊരു ചോദ്യമാണ്. അങ്ങനെ തന്നെ എനിക്ക് പറയേണ്ടി വരും. അത് ആക്ച്വലി വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ദ ഹിമാലയ ഈസ് സ്റ്റിൽ ഗ്രോയിങ്. ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് പറയാം. ഹിമാലയത്തിന്റെ വളർച്ച നിൽക്കുന്നില്ല. അതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവിടെ മഞ്ഞുകൾ എന്ത് ചെയ്യാണ്? മുകളിലേക്ക് വീണ് ആ മല എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒന്നാമത്തെ റീസൺ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ആക്ച്വലി പ്ലേറ്റ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നതാണ്. ഫലകങ്ങളുടെ ചലനങ്ങൾ എന്ന് പറയുന്നത്. എന്റെ മക്കൾ കേട്ടിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ ആക്ച്വലി ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ ഒരു പൊട്ടിയ മുട്ടത്തോട് പോലെ കിടക്കുന്ന ഒന്നാണ് ആക്ച്വലി ഭൂമി എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ബ്രോക്കൺ എഗ്ഷെൽ എന്ന് പറയാം. നമ്മുടെ ഭൂമിയിൽ എന്താണ്? ഒരുപാട് പ്ലേറ്റുകളാണ് കിടക്കുന്നത്. ഈ പ്ലേറ്റുകൾ മൂവ് ചെയ്ത് പണ്ടത്തെ ഹിസ്റ്ററിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇതെന്താണ്? പണ്ട് ഉണ്ടായിരുന്നത് എല്ലാം കൂടെ ഒരു പീസായിരുന്നു. പിന്നീട് ഇതിന്റെ കഷ്ണം മുറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടാണ് എന്ത് ചെയ്തത്? ഇത് ഇങ്ങനെ ഈ ഒരു ഭൂമി തന്നെ രൂപം കൊണ്ടത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, അതുപോലെ തന്നെ യുറേഷ്യൻ പ്ലേറ്റ്, ഓസ്ട്രിയൻ പ്ലേറ്റ്, അറേബ്യൻ പ്ലേറ്റ്, അങ്ങനെ ഒരുപാട് പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഉണ്ട്. പേരുകളൊന്നും എൻ്റെ മക്കളെ നീണ്ട പഠിക്കേണ്ട ഇപ്പൊ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കുക, പ്ലേറ്റുകൾക്ക് മൂവ്മെന്റുകളുണ്ട്. പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ്മെന്റുകൾ ഉണ്ട്. എന്താ വെച്ചാൽ ക്രിസ്റ്റൽ റോക്ക് ബ്ലോക്സ് കോണ്ടിനെന്റൽ ആൻഡ് ഓഷ്യാനിക് പ്ലേറ്റ്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപ്പാളികളാണ് ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയും. അഥവാ ഈ ശിലാപാളികളുടെ ചലനത്തെ വിളിക്കുന്ന പേരാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയും. എന്നാൽ വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികൾ, നമ്മുടെ പ്ലേറ്റുകൾ എന്താണ്? ഇപ്പൊ കടലുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ലാൻഡ് ഏരിയ ഉണ്ട്. ഇവ രണ്ടും കൂടെ കൂടി ചേരുന്ന സ്ഥലങ്ങളില്ലേ, ആ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ടെക്ടോണിക് എന്ന് വിളിക്കും. അസ്തനോസ്ഫിയർ ഈസ് ദ സോൺ ഈസ് ദ ബെനീത്ത് ഓഫ് ദ ലിത്തോസ്ഫിയർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 8ാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ക്രസ്റ്റ്,
അതുപോലെ തന്നെ മാൻറ്റില് കോറ് പഠിച്ചിരുന്നില്ലേ, അതിൽ ക്രസ്റ്റിന് തൊട്ട് താഴെയുള്ള ആരാണ്? നമ്മുടെ ലിത്തോസ്ഫിയർ ആണ്. അതിന് തൊട്ട് താഴെയുള്ള ആരാണ്? അസ്തനോസ്ഫിയർ ആണ്. ഈ അസ്തനോസ്ഫിയറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലാവയൊക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചായിരുന്നു. ഇൻ ദ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട് എന്ന് പറയുന്ന ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓർമ്മയിലേക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിത്തോസ്ഫിയറിന്റെ തൊട്ട് താഴെയാണ്. അവിടെ എന്താണ് സെമി മോൾട്ട് എന്ന് വെച്ചാൽ ഉരുകിയ ദ്രാവകാവസ്ഥയിലാണ് ആ സാധനം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എന്തെയും മൂവ്മെന്റുകൾ നടത്താൻ തുടങ്ങും. അഥവാ ടെക്ടോണിക് പ്ലേറ്റുകൾ അസ്തനോസ്ഫിയറിന് മുകളിൽ വളരെ സാവധാനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ഒരു പ്ലേറ്റുകൾ ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ എൻ്റെ കൈ ഒരു പ്ലേറ്റ് ആണ്, അടുത്ത പ്ലേറ്റ് ആണ് ഇത്. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ലാൻഡ് ഏരിയ എന്ന് മനസ്സിലാക്കുക, നിങ്ങൾ എളുപ്പത്തിന് മനസ്സിലാക്കുക 2 ലാൻഡ് ഏരിയ ആണെന്ന് വിചാരിക്കാം. ഇതെന്തെയും ഇതിങ്ങനെ ചെറിയ ഉരുകിയ ദ്രാവകാവസ്ഥയുടെ ഒരു മുകളിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സാവധാനത്തിൽ എന്ത് ചെയ്യും? സാവധാനം മെല്ലെ 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 ഒന്നിങ്ങനെ അടുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ രണ്ടിങ്ങനെ അകലാൻ തുടങ്ങും. ഇതൊക്കെ മൂവ്മെന്റുകളാണ് പല രീതി, അല്ലെങ്കിൽ രണ്ടും ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും പോകാൻ തുടങ്ങും. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യും? ഈ മൂവ്മെന്റുകൾ നടക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ടെക്ടോണിക്സ് എന്ന് വിളിക്കും. അഥവാ പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി 3 തരത്തിലാണ് പ്ലേറ്റുകൾ മൂവ് ചെയ്യാം. മക്കളെ ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഡീറ്റെയിൽഡ് ആയിട്ട് 9th കഴിഞ്ഞ വർഷമൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് പേരുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ 1ാമത്തെ മൂവ്മെന്റ് ആണ് കൺവേർജൻ മാർജിൻ അഥവാ സംയോജക സീമ എന്ന് പറയും. 2 പ്ലേറ്റുകൾ, ഇതൊരു പ്ലേറ്റ് ആണ്, ഇതൊരു പ്ലേറ്റ് ആണ്, ഇത് രണ്ടും കൂടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺവേർജൻ മാർജിൻ എന്ന് പറയാം. ഫലകങ്ങൾ പരസ്പരം അടുത്ത് വരുന്നു. ഇങ്ങനെ അടുത്ത് വന്നുള്ള പ്രശ്നം എന്താ അറിയോ? ഒന്ന് മുകളിലേക്കും, കാരണം ഈ അടുക്കൽ കുറേ കാലം ഉണ്ടാവും. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒന്നും അല്ല കേട്ടോ. ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടും തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കൊണ്ടും നടക്കുന്ന കാര്യമാണ്. ഒരു വർഷത്തിനുള്ളിൽ ആകെ ചിലപ്പോൾ ഒരു പ്ലേറ്റ് മൂവ് ചെയ്യാൻ 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 30 മില്ലിമീറ്റർ ഒക്കെ എന്ത് ചെയ്യുന്നുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. അല്ലാതെ കിലോമീറ്ററുകളൊന്നും എന്ത് ചെയ്യില്ല, പ്ലേറ്റിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഈ അടുത്ത കാലത്തായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സാവധാനം ഈ മൂവ്മെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 വന്നിട്ട് ഇങ്ങനെ അടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴോട്ടും പോകും. കാരണം ഇത് രണ്ടും ആലോചിക്കുക, 2 പ്ലേറ്റുകളാണ്. ഞാൻ ഇതിവിടെ താഴെ വെച്ചു. 2 പ്ലേറ്റുകളും കൂടെ വന്നിട്ട് നേരെ അടിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് പിന്നെയും കൂടെ ഒന്നും കൂടെ അടുത്ത് വരണ്ടേ? ഇതന്നെ അടുത്ത് വന്നുകൊണ്ടേ ഇരിക്കലേ കാര്യം. അപ്പം എന്ത് ചെയ്യും? ഒന്ന് ഇങ്ങനെ താഴോട്ട് പോകും, കട്ടി കുറഞ്ഞ താഴോട്ട് പോകും, കട്ടി കൂടി എന്ത് ചെയ്യും? മുകളിലോട്ട് ഇങ്ങനെ കയറിയിട്ട് പോകും. അങ്ങനെ മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സംയോജക സീമ അഥവാ കൺവേർജൻ മാർജിൻ. എന്ത് വിളിക്കും? സംയോജക സീമ അഥവാ കൺവേർജൻ മാർജിൻ വിളിക്കും. 2ാമത്താണ് വിയോജക സീമ അഥവാ ഡൈവേർജൻ മാർജിൻ. വിയോജക സീമ അഥവാ ഡൈവേർജൻ മാർജിൻ അഥവാ പ്ലേറ്റ് മൂവ്സ് അവേ ഫ്രം ദ ഈച്ച് അതർ. രണ്ടാളും തമ്മിൽ പരസ്പരം മിണ്ടാത്ത മാതിരിയാണ്. രണ്ടാളും ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും പോകും. ഒന്നിങ്ങനെ ഇങ്ങോട്ട് പോകും, ഒന്നിങ്ങനെ ഇങ്ങോട്ട് പോകും. രണ്ട് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് വെച്ചാൽ ഞാനിത് ആരോ മാർക്ക് ഇട്ടരാം. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് വിയോജക സീമ. അതേസമയം നമ്മളെ കൺവേർജൻ മാർജിൻ ആണെങ്കിൽ ഇങ്ങനെയാണ്, രണ്ടും ഒരുമിച്ചായിരിക്കും. സോ അപ്പൊ അതിൽ നമ്മൾ 3ാമത് പറയുന്ന ഛേദക സീമ എന്ന് പറയാന്നുണ്ടെങ്കിൽ, ഛേദക സീമയുടെ ആക്ച്വലി കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചിലരുടെ സ്വഭാവം മാറിയ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടോ പോകുക. നേരെ പറഞ്ഞ മാതിരി കേൾക്കൂല. ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രാൻസ്ഫോം മാർജിൻ എന്ന് വിളിക്കുക, അഥവാ ഛേദക സീമ എന്ന് വിളിക്കാം. ആക്ച്വലി മക്കളെ നമ്മൾ ഹിമാലയത്തിന്റെ കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആക്ച്വലി ഇത് മാത്രമാണ്. കൺവേർജൻ മാർജിൻ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, അഥവാ സംയോജക സീമനെ മാത്രം. ഹിമാലയം രൂപം കൊണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മുടെ പണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായിരുന്ന ഓസ്ട്രേലിയൻ പ്ലേറ്റിന്റെ ഭാഗം. അപ്പോൾ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, എൻ്റെ ഈ കൈ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആണെന്ന് വിചാരിച്ചോ, ഈ കൈ യൂറേഷ്യൻ പ്ലേറ്റാ. ഈ 2 പ്ലേറ്റുകൾ എന്ത് ചെയ്തു? തമ്മിൽ സംയോജക സീമ എന്ന് പറഞ്ഞാൽ ഒരുമിക്കല്ലേ? ഇതിങ്ങനെ വന്നു ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഒന്നങ്ങോട്ട് മുകളിലേക്ക് വരാൻ തുടങ്ങി. ഈ മുകളിലേക്ക് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഹിമാലയമായിട്ട് മൗണ്ടെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതങ്ങനെ വന്ന് എന്ത് ചെയ്യും? ഇതിങ്ങനെ താഴോട്ട് പോകും, ഇതിങ്ങനെ മുകളിലോട്ട് വരും. അപ്പൊ ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കൂലേ, ഇതിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കൂലേ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഹിമാലയം വളരുന്നുണ്ട്. കാരണം എന്താണ് ഹിമാലയം വളരുന്നതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ, നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒറ്റ വാക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതിയൊക്കെ വരും. ഇറ്റ്സ് ഡ്യൂ ടു ദ കൺവേർജൻ മാർജിൻ. ഏത് ഭാഗമായിട്ടാണ്? കൺവേർജൻ മാർജിന്റെ കാരണമായിട്ട്, സംയോജക സീമ കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹിമാലയം വളരുന്നുണ്ട്. ഇത് എത്ര കാലം കൊണ്ട് ഉണ്ടായതാന്ന് അറിയാം? എത്ര കാലം കൊണ്ട് ഉണ്ടായതറിയോ? 150 മുതൽ 160 വരെ വർഷങ്ങൾ കൊണ്ടാണ്. വെറും വർഷോ അല്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ്, ദശലക്ഷം വർഷം. 150 മുതൽ 160 വരെ ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. വെള്ളിപ്പട പറയുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിന്റെ ഭാഗമായിരുന്നു. അതെന്ത് ചെയ്തു? ഇറ്റ് ഈസ് ആ ഒരു കോണ്ടിനെന്റിന്റെ ഭാഗമായിട്ടുണ്ടായത് ഭാഗം നേരെ കയറി വന്ന് യുറേഷ്യൻ പ്ലേറ്റിലേക്ക് നേരെ കൂടി ചെന്നിട്ടായിരുന്നു ഇതെന്ത് ചെയ്ത് രൂപം കൊണ്ടത്. അതിന്റെ ഭാഗമായിട്ട് തിത്തിസ് സീ ബെഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ 2 ലാൻഡ് മാസസ് സ്റ്റാർട്ട് അപ്ലിഫ്റ്റിംഗ് ആൻഡ് ഫോംഡ് ഹിമാലയാസ്. ഈ 2 ഭൂഖണ്ഡങ്ങൾക്കിടയിൽ 2
എന്ന് വെച്ചാൽ ഇത് ഈ ഓസ്ട്രേലിയൻ പ്ലേറ്റ് വരെ കയറി വരികയാണ്. അതുപോലെ തന്നെ യൂറേഷ്യൻ പ്ലേറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് നേരെ കൂടി ചെല്ലുന്ന സമയത്ത് ഇതിനിടയിൽ ഒരു കടലുണ്ടാവില്ലേ, ആ കടലിന്റെ പേരായിരുന്നു ടെത്തിസ് എന്ന് പറയും. ആ ടെത്തിസ് എന്ന് പറയുന്ന അടിത്തട്ട് കടൽ സമുദ്രം എന്ത് ചെയ്തു, ഇല്ലാതായിട്ട് അതിന്റെ അടിത്തട്ടാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് വലിയൊരു ഹിമാലയമാക്കിയിട്ട് രൂപം കൊള്ളാൻ കാരണമായത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നിങ്ങളുടെ പിക്ചറിന് വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളതാണ്. യൂറേഷ്യൻ പ്ലേറ്റ് വന്നു, ഇന്ത്യൻ പ്ലേറ്റ് വന്നു. ഇന്ത്യൻ പ്ലേറ്റ് എവിടുന്നാ വന്നത്, ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇന്ത്യൻ പ്ലേറ്റ് വന്നത്. ഇത് നേരെ വന്നിട്ട് നേരെ ഒരുമിച്ച് ചേർന്നു. ഇവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്, കടലായിരുന്നു. ഈ കടൽ പിന്നീട് ഇല്ലാതായി പിന്നീട് ഇവിടെ എന്തായിട്ട് മാറി, അവിടെ ഹിമാലയമായിട്ട് മാറി. യെസ്, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഹിമാലയം എങ്ങനെയാണ് ഉണ്ടാവുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടായി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ്. അതായത് നമ്മൾ ട്രാൻസ് ഹിമാലയ, ഈസ്റ്റേൺ ഹൈലൻഡ്സ് എന്ന് പറഞ്ഞാൽ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇനി അതിൻ്റെ ബാക്കിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നൊരു ഭാഗമാണ്, അല്ലെങ്കിൽ അതേ ഏരിയയിൽ തന്നെ ഡിവൈഡ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് വെസ്റ്റേൺ, സെൻട്രൽ, ഈസ്റ്റേൺ എന്ന് പറയുന്ന 3 എണ്ണം. അഥവാ നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയവും നമ്മളിതാ ഇവിടെ മാർക്ക് ചെയ്ത് തരാം. അതിലേക്ക് ഇവിടെ പടിഞ്ഞാറൻ ഹിമാലയവും അതുപോലെ മധ്യ ഹിമാലയവും കിഴക്കൻ ഹിമാലയവും, വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. ലൊക്കേഷൻ അറിയാലോ നിങ്ങൾക്ക്, ആർക്കും ഇത് അറിയാത്തൊന്നുമില്ലല്ലോ. നമ്മളെ ഇതെന്ത് ചെയ്യുന്നു, ഈ ഭാഗം വെസ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് പറയുന്നു, വെസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ് ഹിമാലയയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ആ സ്ഥലത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു, വെസ്റ്റേൺ ഹിമാലയ എന്ന് വിളിക്കുന്നു. അവിടെ നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി, വെസ്റ്റേൺ ഹിമാലയ അഥവാ പടിഞ്ഞാറൻ ഹിമാലയം. ഓക്കെ ആണല്ലോ. അതേസമയം ഈ ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു, ഈസ്റ്റേൺ ഹിമാലയ അഥവാ കിഴക്കൻ ഹിമാലയം എന്ന് വിളിക്കുന്നു. അതിനിടയിലുള്ള ഈ കറക്റ്റ് സെൻട്രലുള്ള ഈ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഹിമാലയ അഥവാ മധ്യ ഹിമാലയ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അവയെ വിളിക്കുന്നു. ഇതിൽ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് നല്ല ഓരോ ഹിമാലയാസിനെയും നമ്മുടെ വെസ്റ്റേൺ ആയിക്കോട്ടെ, സെൻട്രൽ ആയിക്കോട്ടെ, ഈസ്റ്റേൺ ആയിക്കോട്ടെ, ഇവയെ തരം തിരിക്കുന്നത് ആരാന്നറിയോ, ഒരുപാട് നദികളാണ്. നദികൾ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആക്ച്വലി സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന 3 ഹിമാലയൻ നദികൾ ഉള്ളൂ എങ്കിലും അതിന് ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ടാവും, പോഷക നദികളുണ്ടാവും. എന്ത് ഈ പോഷക നദി അറിയുന്നേക്കുക, ട്രിബ്യൂട്ടറി പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു പുഴ ഉണ്ട് വിചാരിക്കുക. ആ വലിയ പുഴ അവിടെ ഒഴുകണം എന്നതിൻ്റെ ഇടയിൽ അതിലേക്ക് നേടാം സൈഡിൽ നിന്ന് ഒരുപാട് കുഞ്ഞു പുഴകൾ കൂടിച്ചേരണ്ടേ. അങ്ങനെയുള്ള ആ കുഞ്ഞിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി പോഷക നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ട്രിബ്യൂട്ടറികളും ഒരുപാട് എന്താണ്, ഒരുപാടൊന്നുമല്ല, 3 ഹിമാലയൻ നദികളേ ഉള്ളൂ. ഏതൊക്കെയാ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓർമ്മയിൽ വേണേ, ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഓക്കെ, അപ്പൊ എന്താണ്, വെസ്റ്റേൺ ഹിമാലയത്തെ വേർതിരിക്കുന്ന ആരാന്നറിയോ, സിന്ധുവും കാളിയും കൂടെ കൂടിയിട്ടാണ്. സിന്ധുവും കാളിയും കൂടെ കൂടിയിട്ട് പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുമ്പോൾ സെൻട്രൽ ഹിമാലയത്തെ കാളിയും ടിസ്തയും കൂടെ വേർതിരിക്കുന്നു. അതേസമയം ഈസ്റ്റേൺ ഹിമാലയത്തെയോ ടിസ്തയും ബ്രഹ്മപുത്രയും തിരഞ്ഞെടുക്കുന്നു. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നൈസായിട്ടൊരു കാര്യം മനസ്സിലാക്കിയ, ഇതിലാകെ നിങ്ങൾക്ക് എത്ര പേര് പറയുന്നുള്ളൂ, 3 എണ്ണത്തിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. 3 എണ്ണത്തിൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റ് പറഞ്ഞത് നോക്കിക്കോ, ഇൻഡസ്. ഓക്കെ ആണല്ലോ, ഇൻഡസ്. അത് കഴിഞ്ഞിട്ട് ആരാണ്, കാളി. അത് കഴിഞ്ഞിട്ട് ആരാണ്, ടിസ്ത. 3 എണ്ണല്ല, 4 എണ്ണല്ലേ, സോറിയുടെ മക്കളെ. ടിസ്ത, നല്ല 2 സൈഡും ഉണ്ടാവുള്ളൂ. ബ്രഹ്മപുത്ര. ഓക്കെ ആണല്ലോ. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഓർഡർ പഠിച്ചു വെക്കാം. ഇൻഡസ്, കാളി, ടിസ്ത, ബ്രഹ്മപുത്ര എന്ന് പഠിച്ചു വെക്കാം. നമ്മൾ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഈസ്റ്റ് സൈഡാണ്. ഇൻഡസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെസ്റ്റ് സൈഡാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ വെസ്റ്റേൺ ഹിമാലയം തുടങ്ങുന്നത് എവിടുന്ന, ഇൻഡസിൻ്റെ അവിടുന്ന് തുടങ്ങും. എവിടെ അവസാനിക്കും, കാളിയുടെ അവിടെ അവസാനിക്കും. കാളിയുടെ അവിടുന്ന് ആര് തുടങ്ങും, സെൻട്രൽ ഹിമാലയ തുടങ്ങും. എവിടെ അവസാനിക്കും, ടിസ്തൻ്റെ അവിടെ അവസാനിക്കും. ടിസ്തൻ്റെ അവിടുന്ന് ആര് തുടങ്ങും, ഈസ്റ്റേൺ ഹിമാലയ തുടങ്ങും. അത് എവിടെ അവസാനിക്കും, ബ്രഹ്മപുത്രൻ്റെ എവിടെ അവസാനിക്കും. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഒരു ഓർഡർ എന്ത് ചെയ്താൽ മതി, എൻ്റെ മക്കൾ ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ എന്ത് ചെയ്താൽ മതി, പഠിച്ചു നോക്കിയാൽ മതി. ഇൻഡസ്, കാളി, ടിസ്റ്റ, ബ്രഹ്മപുത്രം. അതിൽ ഇൻഡസും ബ്രഹ്മപുത്രം നിങ്ങൾ മറക്കൂല. നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മാപ്പുകളൊക്കെ പഠിപ്പിക്കാമല്ലോ. മാപ്പിൽ ഇൻഡസിൻ്റെ സ്ഥലം എവിടെയാണ്, അഥവാ സിന്ധുവിൻ്റെ സ്ഥലം എവിടെയാണ്, ബ്രഹ്മപുത്രയുടെ സ്ഥലം എവിടെയാണ്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാമല്ലോ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ മറക്കുകയേ ഇല്ല. നിങ്ങളുടെ മുമ്പിൽ സംശയം വരെ കാളിയുടെയും ടിസ്തയുടെയും ലൊക്കേഷനാണ്. കാളി കഴിഞ്ഞിട്ടാണ് ഏതുള്ളത്, ടിസ്ത ഉള്ളത് എന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അത് ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നു, 3 മേഖലകളാക്കിയിട്ട് ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ വെസ്റ്റേൺ ഹിമാലയ അഥവാ പടിഞ്ഞാറൻ ഹിമാലയത്തെ തന്നെ എടുക്കാം. ഈ വെസ്റ്റേൺ ഹിമാലയത്തെ, പടിഞ്ഞാറൻ ഹിമാലയത്തെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നു. അവയാണ് കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ.
എങ്ങനെയാണ് പറഞ്ഞത് കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. നമ്മുടെ വെസ്റ്റേൺ ഹിമാലയത്തെ അഥവാ പടിഞ്ഞാറൻ ഹിമാലയത്തെ വെസ്റ്റേൺ ഹിമാലയത്തെ അഥവാ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ 3 ഭാഗങ്ങളാക്കിയിട്ട് തരംതിരിക്കുന്നു. അവയുടെ പേരാണ് എന്ത്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇത് ക്ലിയർ ആണല്ലോ? യെസ്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഭാഗത്താട്ടോ, ഈ ഭാഗത്തായിട്ട് വരുന്നത് ഞാൻ മാർക്ക് ചെയ്തിട്ട് കാണിച്ചത് ഇവിടെ വരുന്ന ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. ഈ കാശ്മീർ ഹിമാലയത്തിന്റെ കാര്യം പറയാത്തതിന്റെ കാശ്മീർ ഹിമാലയ വിച്ച് ഈസ് എക്സ്റ്റെൻഡഡ് ഓവർ 3.5 lakh square kilometer. 3.5 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അത് ജമ്മുവിലും കാശ്മീരിലുമാണുള്ളത്. കൂടാതെ തന്നെ ലഡാക്കും കൂടെയുണ്ട്. ജമ്മു, കാശ്മീർ, ലഡാക്ക് ഈ 3 ഭാഗങ്ങൾ കൂടിയിട്ടാണ്. അതിന് ഏകദേശം ഒരു റഫ്ലി അതിൻ്റെ ലെങ്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു 700 കിലോമീറ്റർ പറയാം. അതിൻ്റെ ഒരു വിഡ്ത്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു 500 കിലോമീറ്റർ പറയാം. 500 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയും 700 കിലോമീറ്റർ നീളവും 3.5 ദശലക്ഷം കിലോമീറ്റർ ഏരിയയുമുള്ള വ്യാപ്തിയുമുള്ള ഒരു സ്ഥലമാണ് ഏത്? കാശ്മീർ ഹിമാലയ എന്ന് പറയുന്നത്. ഏതാണ് കാശ്മീർ ഹിമാലയ എന്ന് പറയുന്നത്? ഈ കാശ്മീർ ഹിമാലയത്തിലെ ഒരുപാട് മഞ്ഞു മൂടിയ താഴ്വരകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഒരുപാട് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പാഞ്ചൽ. ഹിമാലയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് ഏതൊക്കെ? കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പാഞ്ചൽ. കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പാഞ്ചൽ. കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പാഞ്ചൽ. ഇതിലെ ഈ മൗണ്ട് K2 എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. മാത്രമല്ല സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലെ 2ാമത്തെ സ്ഥാനവും ഇന്ത്യയിലെ 1ാം സ്ഥാനവുമുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, സാറേ ലോകത്ത് 1ാം സ്ഥാനം ഏത് എവറസ്റ്റിനാണുള്ളത്? അത് നമ്മുടെ കയ്യിലല്ലത്, അത് നേപ്പാളിൻ്റെ കയ്യിലുള്ളത്. അത് നേപ്പാളിലെ എവറസ്റ്റ് കിടക്കുന്നത്. 2ാം സ്ഥാനം ആർക്കുള്ളത്? നമുക്കുള്ളത്. നമുക്ക് ജനസംഖ്യയിൽ മാത്രമല്ല ഇതിലും നമുക്ക് 2ാം സ്ഥാനം ഉണ്ട്. നമ്മുടെ മൗണ്ട് K2 എന്നറിയപ്പെടുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ, അതും അതിൻ്റെ മറ്റൊരു പേരാണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ, മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്ന ലോകത്തിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്ക്. ഇന്ത്യയിലെ ആണെങ്കിൽ ഫസ്റ്റ് ഹയസ്റ്റ് പീക്ക്. അത് എവിടെ കിടക്കുന്നത്? നമ്മുടെ കാരക്കോറത്തിലാണ്. എവിടെയുള്ളത് മക്കളെ? കാരക്കോറം റേഞ്ചിലാണ് എന്നെ മക്കളുടെ മനസ്സിൽ എന്ത് ചെയ്തിരിക്കാം? ഓർമ്മയിലുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് സിയാച്ചിൻ, അതുപോലെ തന്നെ ബോട്ടോരോ തുടങ്ങിയ പ്രദേശത്ത് അവിടുത്തെ ഹിമാനികളാണ്, മഞ്ഞുമൂടിയ താഴ്വരകളാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവേഴ്സിന്റെ പേരുകളൊന്ന് പഠിച്ചു വെക്കണം മക്കളെ. റിവേഴ്സ് അവിടെ പ്രധാനമായിട്ടുള്ള റിവർ എന്ന് പറഞ്ഞാൽ ഇൻഡസ് മാത്രമേ ഉള്ളൂ, അഥവാ സിന്ധു മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ട്രിബ്യൂട്ടറികളുണ്ട് കുറേ എണ്ണം. അതിൻ്റെ ട്രിബ്യൂട്ടറീസ്, പോഷക നദികളുണ്ട്. അവയുടെ പേരാണ് രവി, സലം, ചെനാബ്, സത്ലജ് തുടങ്ങിയിട്ടുള്ളവയാണ്. രവി, ചെനാബ്, സത്ലജ്, രവി, ചലം, ചെനാബ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് നദികളും ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഓരോ സ്ഥലങ്ങളെയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമോ? നിങ്ങൾക്ക് ചുരങ്ങൾ വഴിയാ കണക്ട് ചെയ്യാം. അതിൽപ്പെട്ട ഒരു ചുരത്തിൻ്റെ പേര് അതാ. ഈ ചുരങ്ങൾ വഴിയാ കണക്ട് ചെയ്യുക. അതിൽപ്പെട്ട ഒരു ചുരമാണിത് ബനിഹാൽ പാസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ ഈ മലകളെ കണ്ടില്ലേ, മൗണ്ടെയിൻസ് കണ്ടില്ലേ? ഒരു മൗണ്ടെയിൻ മറ്റൊരു മൗണ്ടെയിൻ എങ്ങനെ കണക്ട് ചെയ്യാം? ചുരങ്ങൾ വെച്ചിട്ടുണ്ടാവുക. അതിൽപ്പെട്ട ഒരു ചുരത്തിന്റെ പേരാണ് എന്ത്? ബനിഹാൽ പാസ്. എന്താ പറയുക മക്കളെ? ബനിഹാൽ പാസ് എന്നാണ് നമ്മൾ എന്ത് പറയാനുള്ളത്. അടുത്തതാണ് ഹിമാചൽ ഹിമാലയ എന്താണെന്ന് ചോദിക്കാന്നുണ്ടെങ്കിൽ മക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഓർമ്മയിൽ വേണ്ടത് ഹിമാചൽ ഹിമാലയ കിടക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. പേര് തന്നെ എന്താണ്? ഹിമാചൽ ഹിമാലയ എന്നാണ്. അവിടെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, അത് ഹിമാചൽ പ്രദേശിലാണ്. അവിടുത്തെ റിവേഴ്സുകൾ ഏതൊക്കെ അറിയാമോ? രവി, ചെനാബ്, ബിയാസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. കൂടെ അവിടെ ഫ്രഷ് വാട്ടറിലേക്ക് ശുദ്ധജല തടാകങ്ങളുണ്ട്. അവയുടെ പേരാണ് ചന്ദ്രദാൽ, അതുപോലെ തന്നെ സുജിത് എന്ന് പറയുന്നത്. അവിടെയും ചുരങ്ങളുണ്ട്. ഈ ചുരങ്ങളിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഫേമസ് ആയിരിക്കും. റോത്താങ് പാസ് എന്ന് പറയുന്നത് നമ്മൾ കുളുവിൽ നിന്ന് മണാലിയിലേക്ക് കയറിയിട്ട് അവിടെ തന്നെയാണ് മഞ്ഞുകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണിത്. സ്പ്ലിറ്റി വാലിയിലൂടെ നമ്മൾ കുളു വാലിയിൽ നിന്ന്, കുളു താഴ്വരയിൽ നിന്ന് കുളു മണാലിയില്ലേ, അതിൽ കുളുവിൽ നിന്ന് സ്പ്ലിറ്റി വാലിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പോകുന്നത് റോത്താങ് പാസിലൂടെയാണ് പോകാറുള്ളത്. അതുപോലെ തന്നെ ഹിമാചലിനെയും ലഡാക്കിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ബർലാചാല പാസ്. ഹിമാചലിനെയും ലഡാക്കിനെയും ഈ ഒരു ചുരം ഒന്നും ഇല്ല. ഈ ബർലാചാല പാസ് ഒന്നും എപ്പോഴും ഓപ്പൺ ഒന്നുമല്ല. ചില സമയത്ത് ക്ലോസ് ചെയ്യാറുണ്ട്. മഞ്ഞ് അധികമായിട്ട് മൂടുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ക്ലോസ് ചെയ്യാറുണ്ട്. ഈ ഹിമാലയയുടെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് നമുക്ക് അറിയാവുന്നതൊക്കെ. ഉദാഹരണം പറയുകയാണെങ്കിൽ കുലു, കാങ്കാര, ലോഹലെ, ഷിംല,
മണാലി, ഇതൊക്കെ എന്നിട്ട് നമ്മൾ ഫേമസ് ആയിട്ട് പോകുന്ന മഞ്ഞ് മൂടിയ സ്ഥലങ്ങളെല്ലാം തന്നെ ഹിമാലയയുടെ ഭാഗമാണ്. അത് ഏതിൻ്റെ ഭാഗമാണ് മക്കളെ? ഹിമാലയയുടെ ഭാഗമാണ്. ഇതിനേറ്റവും അവസാനത്തതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. നമ്മൾ അവിടെ 3 എണ്ണമായിട്ടാണല്ലോ തരംതിരിച്ചത്. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. അതിൽ ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് പറയുന്നതാണ് അത് സത്ലജ് മുതൽ കാളി വരെയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാ. മാത്രമല്ല അതിൻ്റെ വെസ്റ്റേൺ സൈഡ് അഥവാ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയവും ഈസ്റ്റേൺ സൈഡ് കുമോൺ ഹിമാലയവുമാണ് അത് കിടക്കുന്നത്. ഇവിടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളാണ് നന്ദാദേവി, കാമറ്റ്, അതുപോലെ തന്നെ ബദ്രീനാഥ്, കേദാർനാഥ്. നന്ദാദേവി, കാമത്ത്, അതുപോലെ തന്നെ ബദ്രീനാഥ്, കേദാർനാഥ്. മക്കളെ ഇതിൻ്റെ പേരുകൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെയൊക്കെ പഠിച്ചേ പറ്റൂ. കാരണം പേരുകൾ അങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാൻ പേരുകൾ ഉണ്ട് എന്ന്. കാരണം നിങ്ങൾ കേട്ട് പരിചയമുള്ള പേരുകളാവില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എന്ത് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനെ മാനേജ് ചെയ്ത് നന്നായിട്ട് പഠിക്കൽ നിർബന്ധമായിട്ടുള്ള ഭാഗമാണ്. ഇനി നമ്മൾ മധ്യ ഹിമാലയത്തിലേക്ക് വരും. നമ്മൾ വെസ്റ്റ് കഴിഞ്ഞു, ഇനി അഥവാ നമ്മൾ എന്ത് ചെയ്തു, പടിഞ്ഞാറ് കഴിഞ്ഞു. ഇനി നമ്മൾ സെൻട്രൽ ഹിമാലയത്തിലേക്ക് വരികയാണ്. സെൻട്രൽ നമ്മൾ പറഞ്ഞു കാലി മുതൽ ടിസ്റ്റ വരെയാണ് അതിൻ്റെ സ്ഥലം നമ്മൾ പറഞ്ഞു. ആൾസോ നോൺ ആസ് നേപ്പാൾ ഹിമാലയ. ഇത് നമ്മൾ എന്തുകൂടെ വിളിക്കും? നേപ്പാൾ ഹിമാലയ എന്നുകൂടെ വിളിക്കും. ഇത് നമ്മൾ എന്തുകൂടെ വിളിക്കും? നേപ്പാൾ ഹിമാലയ എന്നുകൂടെ വിളിക്കും. ഇവിടെയാണ് സിക്കിം, ഡാർജിലിംഗ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കുന്നത്. സിക്കിം, ഡാർജിലിംഗ് തുടങ്ങിയിട്ടുള്ള സ്ഥലം. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ടുള്ള എവറസ്റ്റ് ഉള്ളത് എവിടെയാണ്? നേപ്പാൾ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഈ നേപ്പാളിലാണ് കിടക്കുന്നത്. നേപ്പാൾ ഹിമാലയ എന്ന് വിളിക്കുന്ന സ്ഥലമാണിത് സെൻട്രൽ ഹിമാലയ അഥവാ മധ്യ ഹിമാലയം എന്ന് പറയുന്നത് നേപ്പാൾ ഹിമാലയ എന്ന് വിളിക്കുന്ന സ്ഥലമാണ്. അതുപോലെ മൗണ്ട് കാഞ്ചൻഗംഗ ആൻഡ് നാഥുല പാസ് ആൾസോ ഇന്ത്യ ചൈന ബോർഡർ ലൊക്കേറ്റഡ് ദിസ് റീജിയൻ. ഈ സ്ഥലത്താണ് കാഞ്ചൻഗംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള നാഥുല ചുരം. എന്ന് വെച്ചാൽ ഇന്ത്യ ചൈന അതിർത്തിയിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പാസ് ചെയ്യല് നാഥുല പാസ് എന്ന് പറയുന്ന പാസിലൂടെ. പാസ് എന്ന് പറഞ്ഞാൽ ചുരം. ഈ ചുരത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നോർമലി പാസ് ചെയ്യാറുള്ളത്. ഈ പാസും അതുപോലെ തന്നെ കാഞ്ചൻഗംഗ എന്ന് പറയുന്ന മൗണ്ടെയിൻസ് ഒക്കെ കിടക്കുന്നത് എവിടെയാണ്? ഈ ഭാഗത്താണ്. ഇവിടെ നമ്മളെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലെല്ലാം തേയില കൾട്ടിവേഷൻ, ടീ പ്ലാന്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ജസ്റ്റ് ഓർമ്മയിലുണ്ടായാൽ മതി. ഇനി ഏറ്റവും അവസാനത്തതാണ് കിഴക്കൻ ഹിമാലയം അഥവാ ഈസ്റ്റേൺ ഹിമാലയ. ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത് ലോ ഹിൽസ് ആസ് ദ കമ്പയർ ടു ദ വെസ്റ്റേൺ ഹിമാലയ. നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ താഴ്ത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല റിവർ തിസ്ത മുതൽ റിവർ ബ്രഹ്മപുത്ര വരെയാണ്. ഇത് നമ്മൾ എത്രയോ പ്രാവശ്യമായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യില്ല, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് നിങ്ങൾ പഠിക്കണം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആസാം ഹിമാലയ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ആസാം ഹിമാലയ എന്ന് കൂടെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഹയസ്റ്റ് പീക്ക് ഇൻ ദിസ് ഏരിയ ഈസ് നാംച ബർവ. ഈ സ്ഥലത്ത് ഏറ്റവും ഉയരം കൂടിയ ഏരിയ ഏതാ അറിയോ? നാംച ബർവയാണ്. നാംച ബർവ എന്ന് പറയുന്ന കൊടുമുടിയാണ് ഈ സ്ഥലത്ത് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കൂടാതെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവറുകൾ, നദികൾ ഏതാ? ബ്രഹ്മപുത്ര, കോമങ്, ലോഹിത്, അതുപോലെ തന്നെ സംസാരി. ഇവയാണ് പ്രധാനപ്പെട്ട റിവർ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട നദികളായിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയുന്നത് ഇതും കൂടിയേ ഉള്ളൂ. കാരണം ഇത് പറഞ്ഞാൽ നമുക്കൊരു ഏരിയ ടോപ്പിക് കംപ്ലീറ്റ് ആവും. ആ കംപ്ലീറ്റ് ആയ ശേഷം പിന്നെ നമുക്ക് പറയാനുള്ളത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അടുത്ത പാർട്ടിൽ പറയാൻ പറ്റും. പൂർവാചൽ എന്ന് പറയുന്നത് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള അരുണാചൽ പ്രദേശിലും മിസോറാമിലും കിടക്കുന്ന സ്ഥലമാണ്. സ്ഥലം കേട്ടത് ഏതൊക്കെയാ? അരുണാചൽ പ്രദേശും മിസോറാമും കൂടെ കിടക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ കുന്നുകളാണ് പാറ്റ്കൈബാം, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്. പാറ്റ്കൈബാം, നാഗ കുന്ന്, മീസോ കുന്ന്, മണിപ്പൂർ കുന്നുകളൊക്കെ ഉള്ളതാണ്. ഇത് നമ്മൾ പറഞ്ഞു മിസോറാമൊക്കെ കിടക്കുന്ന സ്ഥലമാണെന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ചിറാപൂഞ്ചി, അതുപോലെ തന്നെ മോസിറാം. നമ്മൾ ഈ ചിറാപൂഞ്ചി എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം. അത് കഴിഞ്ഞ പ്രാവശ്യം മാറി. അതിപ്പോൾ എവിടെയാണ്? മോസിറാമാണ്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മോസിറാമും അതുപോലെ തന്നെ ചിറാപൂഞ്ചിയും ഒക്കെ കിടക്കുന്നത് എവിടെയാണ്? നമ്മുടെ മിസോറാമിലാണ്. മിസോറാം എന്നുള്ളതിന് തൽക്കാലം നമുക്ക് എന്ത് പഠിക്കാം? അവിടെ പൂർവാചാൽ കുന്നുകളിലാണ്. എവിടെയാണ്? പൂർവാചാൽ കുന്നുകളിലാണ്. സോ മക്കളെ, നിങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്? നമ്മുടെ ഈ ഒരൊറ്റ വീഡിയോയുടെ ഉള്ളിൽ നമ്മൾ ഇത്രയും ഡീറ്റെയിലുകളാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇത്രയും ഡീറ്റെയിലാണ് നിങ്ങൾ നോക്കുക. നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൽ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൽ നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ് ഹിമാലയ പഠിച്ചു, ഹിമാലയ പഠിച്ചു, ഈസ്റ്റേൺ ഹൈലൻഡ്സ് പഠിച്ചല്ലോ. അതിൽ പിന്നെ നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ, സെൻട്രൽ, ഈസ്റ്റേൺ എന്നുള്ള പേരുകൾ മാറ്റിക്കൊടുത്തു. ഇതിൽ ട്രാൻസ് ഹിമാലയത്തെ തന്നെ കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ എന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിലുകൾ പഠിച്ചു. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഡീറ്റെയിൽ പഠിച്ചു, പൂർവാചാലും പഠിച്ചു. എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ മക്കളെ ഇന്ന് പഠിച്ചതെന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിൽ
ഞാനങ്ങനെ പറയും. അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന സാധനമാണ്. അതാണ് നിങ്ങൾ പഠിച്ചത് മക്കളെ. ഈ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മക്കളെല്ലാവരും തന്നെ ഒരു കാര്യം ചെയ്യണം. ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഒരു പ്രാവശ്യം കൂടെ ഇതൊന്ന് കാണണം. ഇതിൽ ഡൗട്ടുകൾ വരുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് കാണണം. ഇത് കാണുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം രണ്ടാമത് ഇത് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും ഇത് മനസ്സിലാവും. ഇതിൻ്റെ ഷോർട്ടായിട്ട് നോട്ടുകൾ കാര്യങ്ങളെല്ലാം തന്നെ കൂടെ തന്നിട്ടുണ്ട്. സോ ഇതുപോലത്തെ വീഡിയോകൾ നമുക്ക് ഇനിയും കിട്ടുന്നതാണ്. മക്കളെല്ലാവരും നമ്മുടെ ലൈവിലുണ്ടായിരിക്കണം, കോണ്ടന്റുകൾ കണ്ടിരിക്കണം, നന്നായിട്ട് പഠിക്കുക മക്കളെ. നിങ്ങളുടെ കൂടെ സൈലമുണ്ട്, സൈലത്തിൻ്റെ കൂടെ ഞങ്ങളുണ്ട്. നിങ്ങൾ ആരും തന്നെ പേടിക്കണ്ട. നിങ്ങളുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയം മാത്രമല്ല എല്ലാ വിഷയങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് സിമ്പിളാക്കി തന്നിട്ടുണ്ടായിരിക്കും. ജിയോഗ്രഫി എന്ന് പറയുന്ന വിഷയത്തിലോ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിലോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനുകളും ഇല്ലാതെ നിങ്ങൾ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ എഴുതിയിരിക്കും. അതാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മക്കളെ നന്നായിട്ട് പഠിച്ചിരിക്കുക. ടെക്സ്റ്റ് ബുക്കുകൾ മാറിക്കോട്ടെ, സിലബസുകൾ മാറിക്കോട്ടെ, നമ്മുടെ മാർക്കുകൾ നമ്മൾ സ്കോർ ചെയ്യുക തന്നെ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മക്കൾ എല്ലാവരും താഴെ ഒരു കമൻറ്റ് ചെയ്യണം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഐ വിൽ ബി വൈൻഡ് അപ്പ് ടുഡേ സെഷൻ ഹിയർ. അടുത്ത പാട്ട് നമുക്ക് അടുത്ത ദിവസം കാണാടാ. ടാറ്റാ, ബൈ ബൈ.